ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പൊന്നൂസ് കിച്ചൺ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു കേക്കുമായിട്ടാണ്. ബനാന കേക്ക്. മീഡിയം സൈസ് 2 ബനാന, 3 മുട്ട എടുത്തിട്ടുണ്ട്. ബനാന നല്ലതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 3 മുട്ടയും കൂടെ ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഒരു കയ്യിൽ ഞാൻ മൊബൈൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടാണ് ഞാൻ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. അപ്പം ഇന്ന് എനിക്ക് ഓഫായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറേ നാളായി കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട്, അപ്പം ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ബനാന കേക്ക് ട്രൈ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കി നാട്ടിൽ വെച്ച് ചെയ്യുന്ന കേക്കുകളെല്ലാം ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ വന്നതിന് ശേഷം ബീറ്റർ കാര്യങ്ങളൊന്നുമില്ല, മിക്സിയുടെ ജാറിലാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ തന്നെ അത് നല്ലതായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇതിനകത്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ മധുരം കുറച്ച് ചേർത്താലും മതി. അല്ലെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര തന്നെ ഉപയോഗിക്കുക. എന്നിട്ട് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കാൻ മറക്കരുത്. വേറെ ഒന്നും ഓയിൽ ഒഴിക്കരുത്. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതെല്ലാം നമുക്കത് അത്യാവശ്യം അതിനനുസരിച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ 1 കപ്പ് മൈദ, അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബീറ്ററൊന്നും ഇല്ലാത്തവരാണെങ്കിൽ മിക്സിയുടെ ജാറിൽ പെട്ടെന്ന് ചെയ്യാം. അതുപോലെ തന്നെ അത് തിക്കായിട്ട് വരുന്ന സമയത്ത് ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഓവൻ വേണ്ട. ഇപ്പോൾ കണ്ടില്ലേ, ഞാനൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ബേക്ക് ചെയ്ത് കിട്ടും. അടിയിൽ ഇച്ചിരി ഓയിലും കൂടെ ഒന്ന് തടകിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് നല്ല പൊങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട് കേക്കും. ഇത് ഞാൻ കട്ട് ചെയ്താൽ കാണിക്കാം. ഇന്ന് ഇളക്കി വെച്ചേക്കുന്ന കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ബനാന കേക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. സ്കൂൾ വിട്ടൊക്കെ വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി വെച്ച് കൊടുക്കാൻ പറ്റും നല്ലൊരു കേക്കാണ്. പഴം കഴിക്കാത്ത കുട്ടികൾ കാണും, മുട്ട കഴിക്കാത്ത കുട്ടികൾ കാണും. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ നന്നായിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലെ ഞാൻ മുറിച്ച് കാണിക്കാം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നാട്ടിൽ പോകുന്ന സമയത്ത് എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഇതിപ്പോൾ നല്ല ചൂടായതുകൊണ്ടാണ് എനിക്കത് പിടിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ ചൂടോടെ കഴിച്ചു. നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ വീട്ടിൽ തന്നെ ഉള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ബനാന നമ്മളെല്ലാവരും വാങ്ങുമല്ലോ, മുട്ട കാണുമല്ലോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.